വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിച്ചു വളർന്നില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണിത്. അതെ, നമ്മുടെ ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററിലെ കൊച്ചു മിടുക്കന്മാർക്ക് വായിച്ചു വളരാനായി ഒരുക്കിയ ഒരു കുട്ടി ലൈബ്രറിയാണിത്. നിങ്ങളിപ്പോൾ കണ്ടത് ഈ ലൈബ്രറിയെ നയിക്കുന്ന ഒരു കുട്ടി മിടുക്കനെയാണ്. ഇന്ന് ജൂൺ 19 വായനാ ദിനം. എല്ലാവർക്കും വായനാ ദിന ആശംസകൾ. ഇത് രംഗനാഥ്. ഈ റീഡബിലിറ്റി എന്ന് പറയുന്ന ലൈബ്രറിയുടെ ലൈബ്രറിയനാണ്. കുട്ടി ഓട്ടിസ്റ്റിക് ആണ്. മോൻ ലൈബ്രറി സയൻസ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതിന് അപ്പുറമുള്ളൊരു മെമ്മറിയാണ് മോനുള്ളത്. ശരിക്കും കോവിഡ് കേസസ് ഉണ്ടായിരുന്ന സമയത്ത് ഓരോ ദിവസത്തെയും കോവിഡ് കേസസുകൾ എത്രയുണ്ട്, അതിനകത്ത് ആക്റ്റീവായിട്ടുള്ള എത്ര, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മോൻ മെമ്മറി ഇപ്പോഴും കറക്റ്റായിട്ട് തന്നെ മോൻ പറയും. അതേപോലെ നമ്മുടെ ഇവിടെയുള്ള എല്ലാ കുട്ടികളുടെയും ID നമ്പേഴ്സും സ്റ്റാഫിൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെയും ID നമ്പേഴ്സും എല്ലാം മോന് കാണാതെ അറിയാം. അപ്പോൾ ഒരു രജിസ്റ്റർ എഴുതാനാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മോന് യാതൊരു പ്രയാസവും ഇവിടെ ഉണ്ടായിട്ടില്ല. നമുക്കിപ്പം 10,500ഓളം ബുക്സ് ഇവിടെയുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ കുട്ടികൾ എല്ലാവരും തന്നെ, ഒരുപാട് കുട്ടികൾ വായിക്കുന്നവരുണ്ട്, അല്ലാത്തവർക്ക് പാരൻസ് ബുക്സ് എടുത്ത് വായിച്ചു കൊടുക്കും. പിന്നെ ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വായിക്കാൻ വേണ്ടിയിട്ട്. വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ ടാക്ടൈൽ ബുക്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ബാലസാഹിത്യത്തിന് ചെറുകഥകളും അങ്ങനെയുള്ള എല്ലാ ബുക്സും നമുക്കിവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.